എന്താ മോളെ? എനിക്കിപ്പോ സംസാരിക്കാനുണ്ട്. എന്താ? വരൂ പറയാം. വരൂ. സ്നേഹം നിറഞ്ഞ ജെയിംസ് അച്ഛന് ഇങ്ങനെ ഒരു കത്ത് എഴുതേണ്ടി വന്നതിൽ ദുഃഖമുണ്ട്. അച്ഛൻ ഉടനെ ഇവിടെ എത്തണം. നമ്മുടെ വീട് കുത്തഴിഞ്ഞൊരു പുസ്തകം പോലെ ആയിരിക്കുകയാണ്. ഡാഡിയെയും മമ്മിയെയും മോളെയും തിരുത്തിയില്ലെങ്കിൽ കുടുംബം തകർന്നു പോകും. അത് സംഭവിക്കാതെ നോക്കേണ്ടത് അച്ഛന്റെ കടമയാണ്. എത്രയായി? 5 രൂപ. വരുന്ന വിവരം എഴുതി അറിയിച്ചിരുന്നെങ്കിൽ സ്റ്റേഷൻ വണ്ടി അയക്കാമായിരുന്നല്ലോ. യാത്ര പെട്ടെന്നാണ് നിശ്ചയിച്ചത്, അതുകൊണ്ടാണ് എഴുതാഞ്ഞത്. അമ്മേ, ഡാഡി 2 ആഴ്ചയായി പോയിട്ട് മദ്രാസിലായിരിക്കും. എനിക്കൊന്ന് കുളിക്കണം. ചൂടുവെള്ളം വേണോ ഫാദർ? വേണ്ട, പച്ചവെള്ളം മതി. ശരീരമെങ്കിലും തണക്കട്ടെ. What happened to Shirley? നീ എന്താ ഒന്നും കഴിക്കാത്തത്? എനിക്ക് നല്ല വിശപ്പില്ല ഫാദർ. അമ്മയ്ക്കും വിശപ്പില്ലെന്ന് തോന്നുന്നു. ഏതായാലും എനിക്ക് നല്ല വിശപ്പുണ്ട്. ഇന്നലെ രാത്രി ഒന്നും കഴിച്ചതല്ല. ഹലോ, Who is speaking? ഡാഡിയാണോ? ഞാൻ ഷെർലി. ഫാദർ വന്നിട്ടുണ്ട്. എപ്പോ? ഇന്ന് രാവിലെ. ഡാഡിയാണ്. ഹലോ, ഞാൻ ജെയിംസ് കുട്ടി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും ഒന്ന് കാണാൻ വന്നതാണ്. ഡാഡി ഒന്ന് വരുമോ? ഞാൻ രാത്രിത്തെ ഫ്ലൈറ്റിന് വരാം. ഓക്കെ ഡാഡി. അമ്മേ, ഡാഡി നൈറ്റ് ഫ്ലൈറ്റിന് വരുന്നുണ്ട്. വണ്ടി അയക്കണം. ശരി. അപ്പന്റെ ജൂനിയർ അഡ്വക്കേറ്റ് മിസ്റ്റർ രാമകൃഷ്ണൻ എനിക്ക് അയച്ചൊരു കത്താണ്. നിയന്ത്രിക്കാനോ തിരുത്താനോ ആരുമില്ലാതെ പോയി. അതുകൊണ്ട് വന്ന കുഴപ്പങ്ങളാ. ഏതായാലും ശങ്കരപ്പിള്ളച്ചേട്ടൻ വിവരത്തിന് കത്തെഴുതിയതിന് നന്ദി. അതെന്റെ കടമയാണ് കുഞ്ഞെ. ഏതായാലും അപ്പനും വരുന്നുണ്ടല്ലോ. എല്ലാവരും കൂടി ഇരുന്ന് തെറ്റുകൾ തിരുത്തുക. വിഷ്ണു എവിടെ? അവൻ രാവിലെ ഇറങ്ങിപ്പോകും. രാത്രിയായാലേ മടങ്ങി വരൂ. അവൻ വഴിതെറ്റിപ്പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല കുഞ്ഞ്. ശങ്കരപ്പിള്ളച്ചേട്ടൻ സമാധാനമായിരിക്കൂ. എല്ലാ പ്രശ്നങ്ങളും ദൈവം പരിഹരിച്ചു തരും. വൈദിക വൃത്തിക്കായി ഞാൻ ഇവിടെ ഒന്ന് പോകുമ്പോൾ ഈ വീടിനെ പറ്റി എനിക്കൊരു ഉത്കണ്ഠയുമില്ലായിരുന്നു. വിവരമുള്ള, വിദ്യാഭ്യാസമുള്ള 3 പേര് ഇവിടെ ഉണ്ടല്ലോ എന്നുള്ള വിശ്വാസമായിരുന്നു എന്റെ ആത്മബലം. പക്ഷേ എന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് പലതും ഇവിടെ സംഭവിച്ചിരിക്കുന്നു. അതറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. ഷെർലി, നിന്റെ മനസ്സിനണങ്ങുന്ന ഒരാളെ തിരഞ്ഞെടുക്കാൻ നിനക്ക് അവകാശമുണ്ട്. ജാതിയും മതവും ഒന്നും അതിൽ പ്രശ്നമേ അല്ല. പക്ഷെ തിരഞ്ഞെടുക്കുന്നത്
നിന്റെ സുഖവും ദുഃഖവും പങ്കിട്ട് അനുഭവിക്കാനുള്ള ഒരു ഭർത്താവിനെ ആയിരിക്കണം. Tell me, Shirley, do you love Vishnu? No, father. I hate him. I hate him. അപ്പോൾ നിങ്ങൾ തമ്മിൽ എന്തായിരുന്നു ബന്ധം? ഞാൻ അവനെ സ്നേഹിച്ചു ഫാദർ. അവൻ എന്നെ ചതിച്ചു. ഫാദറിനറിയാമോ, ജീവിച്ചിരിക്കുന്ന ഒരു ശവമാണ് ഞാൻ ഈ വീട്ടിൽ. അമ്മയുടെ വേദന ഞാൻ മനസ്സിലാക്കുന്നു. ഉണ്ണാനും ഉടുക്കാനും കുറവില്ലെങ്കിലും ഒരു ഭാര്യയുടെ അവകാശങ്ങൾ അവഗണിക്കപ്പെട്ടതിന്റെ പേരിൽ മനസ്സ് നേറി കഴിയുകയാണ് അമ്മയെന്നും എനിക്കറിയാം. സഹിക്കാവുന്നതിന്റെ അങ്ങേയറ്റം ഞാൻ സഹിച്ചു. ഒടുവിൽ അതിന്റെ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നി. എന്നാലും അമ്മേ, ഒരു കാര്യം മറക്കരുത്. കുടുംബത്തിന്റെ കടാവിളക്കാണ് സ്ത്രീ. എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല ഫാദർ. ശരിയാണ്, എണ്ണ ഒഴിക്കാതെ ഒരു വിളക്കും കത്തില്ല. ഈ വീട്ടിൽ നിന്ന് ഇരുട്ടാണ്. ഈ ഇരുട്ടിൽ നിന്നും നമുക്ക് മോചനം നേടണം അമ്മേ, വെളിച്ചത്തിലേക്ക്. വെളിച്ചത്തെക്കാൾ ഈ ഇരുട്ടാണ് ഇന്ന് എനിക്ക് ആശ്വാസം തരുന്നത്. അമ്മേ, എനിക്കിനി തിരുത്താൻ കഴിയില്ല ഫാദർ. അതിനായി എന്നെ ഉപദേശിക്കണ്ട. വിഷ്ണു, ഞാനിവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. അതുകൊണ്ടൊരു പരിധിവരെ ഇതിന് ഉത്തരവാദി ഞാനാണ്. മനുഷ്യൻ ബലഹീനനാണ്, തെറ്റുകൾ സംഭവിക്കാം. പക്ഷെ അത് തിരുത്തുകയും ആവർത്തിക്കാതിരിക്കുകയുമാണ് വേണ്ടത്. ഇപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ വിഷ്ണു എന്നെ സഹായിക്കണം. ഞാൻ എന്ത് ചെയ്യണമെന്ന് പറയൂ ഫാദർ. പറയാൻ എനിക്ക് അർഹതയില്ല, എങ്കിലും ഞാൻ അപേക്ഷിക്കുകയാണ്. വിഷ്ണു തൽക്കാലം ഇവിടുന്ന് പോണം. പോവാം ഫാദർ. വിഷ്ണു, നിന്നെ വേദനിപ്പിക്കേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നോട് ക്ഷമിക്കൂ, എന്നോട് ക്ഷമിക്കൂ വിഷ്ണു. സാർ, വീടെത്തി. Leave me. I am on my heels. ഫാദർ, ആ പോകുന്ന ഡാഡി എവിടെ നിന്നാ വരുന്നതെന്ന് അറിയാമോ? ഏതോ ഒരു അഭിസാരിയുടെ വീട്ടിൽ നിന്ന്. ആ മനുഷ്യനെ ആദ്യം തീർത്ത്